നിങ്ങൾ ബീട്രൂട്ട് പരിപ്പ് കറി കഴിച്ചിട്ടുണ്ടോ? ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ഒരു കറി തന്നെയാണ്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുവാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത് നമുക്ക് വെള്ളയപ്പത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ ദോശ, ചപ്പാത്തി എന്നീ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഐറ്റം തന്നെയാണ്. അപ്പോൾ ബീട്രൂട്ട് പരിപ്പ് കറിക്ക് ഞാൻ ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത് 2 ബീട്രൂട്ട് 2 പച്ചമുളകാണ്. ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകി വൃത്തിയാക്കുക. ശേഷം നന്നായിട്ടൊന്ന് അരിഞ്ഞിടുക. 2 പച്ചമുളകും നടുകെ കീറിയിട്ടൊന്ന് മാറ്റി വെക്കണം. ഇനി വേണ്ടത് തുവരപ്പരിപ്പാണ്, സാമ്പാർ പരിപ്പാണ്. സാമ്പാർ പരിപ്പ് നല്ലോണം ഒന്ന് കഴുകിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് അതും എടുക്കുക. ബീട്രൂട്ട് അരിഞ്ഞിട്ടതും തുവരപ്പരിപ്പും കൂടെ ഒരു പാത്രത്തിലിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇനി വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ഉപ്പാണ്. ഇനി വേണ്ടത് വെളിച്ചെണ്ണയാണ്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി കറിവേപ്പിലയാണ് വേണ്ടത്. കറിവേപ്പില നല്ലോണം ഒന്ന് കഴുകിയെടുത്തത് ആവശ്യത്തിന് ചേർത്തിട്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചിട്ട് ഇനി മൂടി അടച്ച് വെച്ചിട്ട് ഇനി ഒരു 20 മിനിറ്റ് തിളപ്പിക്കണം. ഇത് ബീട്രൂട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചധികം സമയമെടുക്കും. മാത്രമല്ല തുവരപ്പരിപ്പിനും അത്യാവശ്യം വേവുണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് യോജിച്ച് ചേർത്തിട്ട് മൂടി ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് നമുക്ക് തിളപ്പിക്കേണ്ടതായിട്ടുണ്ട്. 20 മിനിറ്റൊക്കെ കഴിഞ്ഞാൽ ഇതൊന്ന് നല്ലോണം ഒന്ന് വെന്ത് കിട്ടും. നല്ലോണം തെളിയൊക്കെ വന്ന് ഒന്ന് വെന്ത് കിട്ടും ഇത്. ഇനി വേണ്ടത് താളിപ്പാണ്. താളിപ്പിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കടുക്, പിന്നെ 2 വറ്റൽ മുളക് നടുകെ കീറിയത്, 2 ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ താളിച്ചത് മാറ്റി വയ്ക്കുക, അതിൽ ചേർക്കുക. ഇനി വേണ്ടത് അരപ്പിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ ചിരകിയതിൽ നേരത്തെ മാറ്റി വെച്ച പച്ചമുളക് നടുകെ കീറിയതും അല്പം ജീരകവും കൂടെ ചേർത്തിട്ടാണ് ഈ അരപ്പ് തയ്യാറാക്കേണ്ടത്. ഈ അരപ്പ് നല്ലോണം ഒന്ന് മഷി പോലെ അരച്ചെടുത്ത് അതും കൂടെ ചേർത്തിട്ട് താളിപ്പും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് തിളപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തിളച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇതൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ചേർക്കേണ്ടത് തിളച്ച് വന്ന് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിനി 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യണം. വേറെ തന്നെ ഒരു ടേസ്റ്റാണ്, സ്പെഷ്യലുമാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്